ഒരു നാടിൻ്റെ തന്നെ കാത്തിരിപ്പും വികാരമൊക്കെയാണ് അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പാലപ്പെട്ടി അമ്പലത്തിൽ അശ്വതി വേലയ്ക്ക് കൊടിയേറിയിട്ടുണ്ട് കേട്ടോ. പട്ടാമ്പി കളരിപ്പണിക്കന്മാർ വന്നിട്ട് കൊട്ടിയറിയിച്ചുകൊണ്ടാണ് ആൽമരത്തിൽ നട്ടുച്ചയ്ക്ക് കൊടിയേറുന്നത് കേട്ടോ. കൊടിയേറ്റത്തിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ടൊരു വെടിക്കെട്ടും ഉണ്ടാവും ഇവിടെ. പിന്നെ നമ്മുടെ താലക്കാർ അവരുടെ അവിടേക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് കൊടിക്കൂറം കൊണ്ട് പോകും കേട്ടോ. പിന്നീട് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം കുഞ്ഞമ്പലത്തിൻ്റെ അവിടെ സന്ധ്യാലക്കൂട്ട് ഉണ്ടാവും കേട്ടോ. അതോടൊപ്പം തന്നെ ഉള്ളതാണ് ഈ നാടകവേദിക്കൽ. നാടകവേദിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ മാറാനോ വിദ്യാഭ്യാസം, ജോലി, വിവാഹം നടക്കാൻ, വീട് പണിയാൻ, അങ്ങനെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കിവിടെ വഴിപാടായിട്ട് നാടകവേദിക്കാൻ സാധിക്കും കേട്ടോ. ഇനിയുള്ളത് കൂത്താണ് കേട്ടോ. തോൽപ്പാവ് കൂത്താണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ചുരുക്കം ചില അമ്പലങ്ങളിൽ മാത്രമേ ഇപ്പോഴും കൂത്തൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് നാളികേരമൊക്കെ ഉടച്ചു അതുപോലെ പാവകളൊക്കെ അവിടെ നിരത്തി വെച്ചതിന് ശേഷം നേരെ നമ്മുടെ കുഞ്ഞമ്പലത്തിൻ്റെ അവിടെ വന്ന് ഇതുപോലെ കൊട്ടിയിറക്കി കിട്ടാം. അപ്പോൾ ഈ കോൽത്തിരി ഉണ്ടല്ലോ, ഈ കോൽത്തിരി കത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഇനി നേരെ കൂത്തുമാടത്തിൻ്റെ അവിടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ വിളക്കിൽ നിന്ന് തന്നെ കോൽത്തിരി കത്തിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി എടുക്കും. കിട്ടുന്നവർ ഭാഗ്യവാന്മാരാട്ടോ. നമ്മളെല്ലാവരും അതിനുവേണ്ടി അവിടെ കാത്തുകയും അത് കഴിഞ്ഞിട്ട് നേരെ കുഞ്ഞമ്പലത്തിന് ഒന്ന് തൊഴുത് വലം വെച്ചിട്ട് നമ്മൾ നേരെ കൂത്തുമാടത്തിൻ്റെ അവിടേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് നിന്ന് കൂട്ടിയിട്ടൊക്കെയാണ് അങ്ങോട്ട് പോവാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ നേരെ വീണ്ടും കൂത്തുമാടത്തിന് ഒന്ന് വലം വെച്ചിട്ട് പിന്നെ നേരെ അതിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അവിടെ ഒരു മൺകൂന ഉണ്ടാവും. ആ മൺകൂനയുടെ അവിടെ ഈ കോൽത്തിരിയൊക്കെ കുത്തി വയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കൂത്തിൻ്റെ തുടക്കമാണ് കേട്ടോ. കൂത്ത് തുടങ്ങാറാകുമ്പോൾ അവർ പുറത്തേക്ക് വന്നിട്ട് ആ തൂക്കുവിളക്കിൽ നിന്ന് കോൽത്തിരി കത്തിച്ചുകൊണ്ട് ഉള്ളിലേക്ക് അപ്രത്യക്ഷമാവും കേട്ടോ. പിന്നീട് നമുക്ക് നമ്മുടെ അവിടെ നാളികേരം പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ നാളികേരത്തിൻ്റെ ഉള്ളിൽ ഓരോരോ തിരികൾ വെച്ചുകൊണ്ട് ഈ പാവേനെല്ലാം നമുക്ക് പ്രത്യക്ഷമാവും കേട്ടോ. ഇത് നമുക്ക് കുറച്ച് നേരം കൂത്ത് കാണാം. അപ്പം നമ്മൾ നേരത്തെ വഴിപാടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന നാടകം ഉണ്ടല്ലോ, ആ നാടകം ഈ സമയത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ വായിക്കുന്നത്. വെളുപ്പിന് അപ്പോൾ ഒരു 5 മണി 6 മണി വരെയൊക്കെ എല്ലാ ദിവസവും ഈ കൂത്തുണ്ടാവും കേട്ടോ. ഇവർ കഥകൾ പറയുന്നുണ്ട്, അതുപോലെ നമ്മൾ കൊടുത്ത വഴിപാട് എഴുതിക്കലും യുദ്ധമൊക്കെ നടക്കണമല്ലോ. അപ്പോൾ കൂത്ത് കാണേണ്ടവർക്ക് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് പോരാം. ഫെബ്രുവരി 17 മുതൽ 22 വരെ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺ.